ഹൈ മക്കളെ, സേ എക്സാമിന് കുട്ടികൾക്കുള്ള അടുത്തൊരു സംശയത ഇതായിരുന്നു. സേ എഴുതിയപ്പോൾ നേരത്തെ കിട്ടിയ മാർക്കിനേക്കാളും കുറവാണ് ലഭിച്ചത്, അതുകൊണ്ട് പഴയ മാർക്ക് നിലനിൽക്കുമോ എന്നുള്ളതാണ്. അതായത് ഇത് സേൻ്റെയും ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതുന്ന കുട്ടികൾക്കും രണ്ടും ഡിഫറൻ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ കേസിൽ പറയാം. ഇപ്പോൾ ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതുന്ന ഒരു വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ തോറ്റ കുട്ടിയല്ല, മാർക്ക് കൂടാൻ വേണ്ടി എഴുതുന്നതായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിസിക്സിൽ 45 മാർക്ക് കിട്ടിയ ഒരു കുട്ടിയാണെങ്കിൽ അവൻ മാർക്ക് കൂട്ടാൻ വേണ്ടിയായിരിക്കും ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതുന്നത്. അങ്ങനെ അവൻ ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതി അവന് കിട്ടിയ മാർക്ക് എന്ന് പറഞ്ഞാൽ 45-നേക്കാളും കൂടുതൽ. ഇപ്പോൾ 50 മാർക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ, ആ 50 ആയിരിക്കും അവിടെ എടുക്കുക. ഇനി 45-നേക്കാളും കുറവ് മാർക്ക്, അതായത് ഒരു 35 മാർക്കാണ് അവൻ ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതിയപ്പം കിട്ടിയത് എങ്കിൽ അവൻ്റെ ബെറ്റർ മാർക്ക് അവിടെ 45 ആണ്. അപ്പോൾ ആ പബ്ലിക് എക്സാമിനും അതേപോലെ ഇംപ്രൂവ്മെൻ്റ് എക്സാമിനും അവനിൽ ഏതാണോ ബെറ്റർ മാർക്ക്, ആ ബെറ്റർ മാർക്കായിരിക്കും ഇംപ്രൂവ്മെൻ്റ് എഴുതിയ കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. എന്നാൽ സേ എക്സാം എഴുതിയ ഒരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ നേരെ തിരിയും. അതായത് സേ എക്സാമിന് എഴുതിയ കുട്ടിയാണെങ്കിൽ ഓൾറെഡി തോറ്റ ഒരു കുട്ടിയാണ്. ഇപ്പോൾ 60-ൽ ഫിസിക്സിൻ്റെ കേസിലാണെങ്കിൽ 60-ൽ 16 മാർക്ക് കിട്ടിയ ഒരു കുട്ടിയാണെങ്കിൽ അവൻ ഫിസിക്സിൽ തോറ്റതാണ്. എന്നാൽ അവൻ സേ എക്സാം എഴുതിയപ്പം അവന് മാർക്ക് കൂടാതെ മാർക്ക് കുറഞ്ഞു, 10ലേക്ക് കുറഞ്ഞു. ആ 16 എന്നുള്ളതായിട്ട് മാറി 10 മാർക്കായി എന്ന് വിചാരിച്ചോ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവൻ്റെ ആ 10 മാർക്കാണ് ഇനി എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അടുത്ത റിസൾട്ടിലൊക്കെ അവന് കാണാൻ വേണ്ടി പോകുന്നത്. അതായത് സേ എക്സാം എഴുതിയ ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവൻ അവസാനം എഴുതിയ എക്സാം ഏതാണോ ആ എക്സാമിൻ്റെ മാർക്കായിരിക്കും അവൻ്റെ മാർക്ക് ഷീറ്റിൽ കാണാൻ വേണ്ടി പോകുന്നത്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് 16-ൽ നിന്ന് മാർക്ക് കുറഞ്ഞാൽ ആ മാർക്കായിരിക്കും അവിടെ കാണിക്കുന്നത്. ഇനി 16-ൽ നിന്ന് മാർക്ക് കൂടിയാൽ ആ മാർക്കായിരിക്കും എന്ത് ചെയ്യുക അവിടെ കാണിക്കുന്നത്. അതായത് അവസാനം എഴുതിയ പരീക്ഷ ഏതാണോ അതിൻ്റെ ബേസിലുള്ള മാർക്കായിരിക്കും അവന് കാണാൻ വേണ്ടി പറ്റുക. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് സാറിന് പറയാനുള്ളത്. ഓക്കെ.